പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീഡിയം കാണേണ്ട ഇക്വേഷൻ പഠിച്ചു. അതായത് മീഡിയം കാണണമെങ്കിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ എഴുതിയിട്ട് അതിൻ്റെ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ എഴുതുന്നതാണ്. ഇപ്പോൾ മിഡിൽ മോസ്റ്റിൽ 2 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ആ രണ്ടിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കുക. ഇനി ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. എന്നിട്ട് എന്താണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ട് n/2th ഒബ്സർവേഷൻ n/2th കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉള്ളത് കുമുലേറ്റീവ് ഫ്രീക്വൻസി അടങ്ങുന്ന ഐറ്റം ഏതാണോ ആ ഒബ്സർവേഷനാണ് മീഡിയം എന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് മീഡിയൻ ഫ്രം എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ, അതായത് ക്ലാസ് ഉൾപ്പെടുന്ന ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ നമുക്ക് എങ്ങനെ മീഡിയൻ കാണുന്ന എങ്ങനെ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക വേണ്ടത്. മീഡിയൻ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? മീഡിയൻ ക്ലാസ് ഈസ് ദ ക്ലാസ് വെയർ n/2th ഒബ്സർവേഷൻ ലൈക്സ്, അതായത് ടോട്ടൽ ഫ്രീക്വൻസിയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ n/2 ടോട്ടൽ ഫ്രീക്വൻസിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ n/2th കുമുലേറ്റീവ് ഫ്രീക്വൻസി n/2th കുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെയാണ് ഉള്ളത് നോക്കാം. അത് ആ ക്ലാസ്സാണ് മീഡിയം ക്ലാസ്. അപ്പോൾ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കുന്നത് n/2 കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതിലാണോ കിടക്കുന്നത് ആ ക്ലാസ്സാണ് മീഡിയം ക്ലാസ്. അപ്പോൾ മീഡിയം കാണേണ്ട ഇക്വേഷൻ എന്താണ്? മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് m ഇൻറ്റു C/F. അവിടെ L എന്ന് പറയുന്നത് എന്താണ്? ലോവർ ബൗണ്ട് ഓർ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയം ക്ലാസ്. അത് ആക്ച്വൽ ക്ലാസ് ആയിരിക്കണം. ആക്ച്വൽ ക്ലാസ് ആയിരിക്കണം. അടുത്തത് C എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ് ഇൻ്റർവെൽ ഓഫ് ദ മീഡിയം ക്ലാസ്. പിന്നെ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയം ക്ലാസ്. ആൻഡ് M എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രീസീഡിങ് ദ മീഡിയം ക്ലാസ്. അതായത് മീഡിയം ക്ലാസ്സിന് തൊട്ട് പ്രീസീഡായിട്ട് വരുന്നത്, തൊട്ട് മുമ്പിലത്തത്, മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പിലത്തെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എന്ത് പറയുന്നത്? M എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അതായത് സ്റ്റെപ്പുകൾ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന ക്ലാസ് ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റണം. ആക്ച്വൽ ക്ലാസ് പറഞ്ഞാൽ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ഓഫ് ദ വൺ ക്ലാസ് ഷുഡ് ബി ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. അതായത് ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളതാണ് ആക്ച്വൽ ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. അടുത്തത്, അപ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇൻക്ലൂസീവ് ക്ലാസ് അല്ലെങ്കിൽ ആക്ച്വൽ ക്ലാസ് ആയിരിക്കില്ല. ഉദാഹരണത്തിന് 10, 19, 20, 29 അങ്ങനെ വരുമ്പോൾ 10, 19 അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 19 അല്ല 20 ആണ്. 20, 29, 30 അങ്ങനെയുള്ള ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ ക്ലാസ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ 10, 19 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റുമ്പോൾ 10, 19.5, 19.5, 29.5, 29.5, 39.5 അങ്ങനെ ആക്കി മാറ്റണം. ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റണം. അത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഒബ്റ്റെയിൻ ദ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാക്കണം. അതായത് മേലെ നിന്ന് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതായത് ഫ്രീക്വൻസി മേലെ നിന്ന് ആഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. പിന്നെ n/2 കണ്ടുപിടിക്കുക. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ടോട്ടൽ ഫ്രീക്വൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് n/2th കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏത് ക്ലാസ്സിലാണ് ഉള്ളത് നോക്കാം. ആ ക്ലാസ് ആയിരിക്കും മീഡിയം ക്ലാസ്. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാം. ഒരു എക്സാമ്പിൾ നോക്കുക. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഓഫ് 63 ഫാമിലി ഈസ്, ഇൻകം ക്ലാസ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് മീഡിയൻ ഓഫ് ദ ഇൻകം കാണണം.
അപ്പോൾ ആദ്യം നമുക്ക് മീഡിയം ക്ലാസ് കാണണമെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണും. അപ്പോൾ തന്നിരിക്കുന്ന ക്ലാസ് ഇവിടെ ആക്ച്വൽ ക്ലാസ് തന്നെയാണ് ഉള്ളത്, ഇൻക്ലൂസീവ് ക്ലാസ് ആണ്. അതായത് 30, 40 ഈ 40 തന്നെയാണ് അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ്. അതായത് ഒന്നിൻ്റെ അപ്പർ ലിമിറ്റും അടുത്തതിൻ്റെ ലോവർ ലിമിറ്റും ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ക്ലാസ്സിനെ പറഞ്ഞത് ഇൻക്ലൂസീവ് ക്ലാസ് അല്ലെങ്കിൽ ആക്ച്വൽ ക്ലാസ് എന്നാണ്. അപ്പോൾ ക്ലാസ്സുകൾ മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ്സുകൾ എഴുതുക, ഫ്രീക്വൻസി എഴുതുക. അടുത്തതിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ മേലെന്നേ ആഡ് ചെയ്തുകൊണ്ട് വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ 6, അടുത്തത് 6ഉം 12ഉം അതായത് 18, അടുത്തത് 18ഉം 18ഉം അപ്പോൾ 36, അടുത്തത് 36ഉം 13ഉം എന്ന് വെച്ചാൽ 49. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി എത്ര? 63 എന്ന് കിട്ടും. ഫ്രീക്വൻസിയിൽ ആഡ് ചെയ്താൽ 63 ആണ്. അപ്പോൾ n/2 എന്ന് പറയുന്നത് 31.5. ഈ 31.5 എന്ന് പറയുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതിലായിരിക്കും കിടക്കുന്നത്? 36 എന്ന് പറയുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലായിരിക്കും കിടക്കുന്നത്. എന്ന് വെച്ചാൽ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് 50, 60 എന്ന് പറയുന്ന ക്ലാസ്സാണ് മീഡിയം ക്ലാസ്. അപ്പോൾ 31.5 എന്ന് പറയുന്നത് 50, 60 എന്ന മീഡിയം ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് L എന്ന് പറഞ്ഞത് 50, C എന്ന് പറയുന്നത് 10, M എന്ന് പറയുന്നത് 36 തൊട്ട് മേലെയുള്ള നമ്പർ എത്രയാണ്? 18 ആണ് M. പിന്നെ F എന്ന് പറഞ്ഞാൽ അതിൻ്റെ 36 എന്ന് പറയുന്നതിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 18 36 കുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള ക്ലാസ് എന്ന് വെച്ചാൽ മീഡിയം ക്ലാസ്സാണ്. മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 18. അപ്പോൾ അതൊക്കെ എഴുതാം, അതിനുശേഷം അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് L = 50, C = 10, F = 18, M = 18. M എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലാസ്സിന് തൊട്ട് മേലെയുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി, അപ്പോൾ അതും 18 ആണ്. ഇനി അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്നത് എന്താണ്? മീഡിയൻ = 50 + 31.5 - 18 × 10/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 57.5 എന്ന് കിട്ടും. അടുത്തത് നോക്കിക്കോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ടേബിൾ ബിലോ ഷോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 50 സ്റ്റുഡൻസ് ഇൻ എക്കണോമിക്സ്. ഫൈൻഡ് ദ മീഡിയൻ റാങ്ക്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്ലാസ്സുകൾ നോക്കിക്കോളൂ. ആക്ച്വൽ ക്ലാസ് അല്ല, ഇൻക്ലൂസീവ് ക്ലാസ് അല്ല. ഒന്നിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് വെച്ചാൽ 10, 14 എന്ന് പറയുന്നതിൻ്റെ അപ്പർ ലിമിറ്റ് 14 ആണ്. അതല്ല അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ്. അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ് 15 ആണ്. അപ്പോൾ നമ്മൾ അതിനെ ആക്ച്വൽ ക്ലാസ്സാക്കി മാറ്റുന്നത് എങ്ങനെ നോക്കാം. അതായത് 10, 14 എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ 0.5 ലോവർ ലിമിറ്റിൽ നിന്ന് കുറക്കണം, 0.5 ലോവർ അപ്പർ ലിമിറ്റിനോട് കൂട്ടണം. 14 - 10 എന്ന് വെച്ചാൽ 4. 4ൽ നിന്ന് 4ൽ നിന്ന് 14ൽ നിന്ന് 10 കുറച്ചാൽ 4. 4/4 എത്രയാ? 4/4 1. അതായത് ഇവിടെ 0.5 10ൽ നിന്ന് കുറക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 9.5 കിട്ടുന്നത്. 14നോട് കൂടി 0.5 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 14.5. അങ്ങനെ 0.5 എല്ലാത്തിനും ലോവർ ലിമിറ്റിൽ നിന്നെല്ലാം 0.5 കുറക്കുന്നത്, അപ്പർ ലിമിറ്റിനോട് കൂടി 0.5 കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടുന്നത്? അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എല്ലാം ലോവർ ലിമിറ്റെല്ലാം 0.5 കുറക്കുമ്പോൾ 9.5, 14.5, 19.5 അങ്ങനെ. അപ്പർ ലിമിറ്റ് 14.5, 19.5, 24.5 അങ്ങനെയാവും. ഫ്രീക്വൻസി എത്ര കിട്ടുന്നു നോക്കിക്കോളൂ. ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് n എത്ര കിട്ടുന്നത്? ഫ്രീക്വൻസി എല്ലാം കൂട്ടിയാൽ 50 കിട്ടുന്നത്. കുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കാണുന്നത്? ഫ്രീക്വൻസി മേലെ തന്നെ കൂട്ടിക്കൊണ്ട് വരണം. അതായത് 4, 10, 20, 25, 32, 35, 44, 50. ഇനി മീഡിയം ക്ലാസ് കാണാം. അപ്പോൾ ഇങ്ങനത്തെ എന്ന ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്ച്വൽ ക്ലാസ്സാക്കി മാറ്റണം. ഇതിൻ്റെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? 14 നിന്ന് 10 കുറച്ചാൽ എത്ര? 14 നിന്ന് 10 കുറച്ചാൽ 4. എല്ലാത്തിൻ്റെ ക്ലാസ് ലെങ്ത്ത് ഒന്ന് തന്നെയാണോ നോക്കണം. മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? n/2 എന്ന് പറഞ്ഞാൽ 50/2 ദാറ്റ് ഈസ് 25. 25 ഏതിലാണ് പെടുന്നത്? 25 കുമുലേറ്റീവ് ഫ്രീക്വൻസി പെടുന്ന ക്ലാസ് എന്ന് വെച്ചാൽ 25, 29 അപ്പോൾ അതിൻ്റെ ക്ലാസ് വിഡ്ത്തും സെയിം തന്നെ. 25, 29 എന്നതിൻ്റെ ക്ലാസ് വിഡ്ത്ത് C എത്രയാണ്? 29 കുറക്കണം 25 എന്ന് വെച്ചാൽ 4. അപ്പോൾ ക്ലാസ് വിഡ്ത്ത് C 4 ഇപ്പോൾ തന്നിരിക്കുന്നത് n50, n/2 25. മീഡിയം ക്ലാസ് ഈസ് 24.5, 29.5.
അതായത് 25 എന്ന് പറയുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി കിടക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് 24.5 29.5 ആക്ച്വൽ ക്ലാസ്സാണ് പരിഗണിക്കുന്നത്. ആക്ച്വലി 25 29 അപ്പോൾ അത് ആക്ച്വൽ ക്ലാസ്സാക്കി മാറ്റുമ്പോൾ എന്താവും 24.5 29.5 ആവും. അപ്പോൾ മീഡിയൻ എന്തായിരിക്കും? മീഡിയൻ ഈക്വൽ ടു L + n/2 - m × c/f, ദാറ്റ് ഈസ് L ഈക്വൽ ടു 24.5. ലോവർ ലിമിറ്റ് എഴുതുമ്പോൾ ആക്ച്വൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആണെന്ന് എഴുതേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സിൻ്റെ അല്ല, ഇൻക്ലൂസീവ് ക്ലാസ്സിൻ്റെ. അപ്പോൾ 24.5 കിട്ടും. സി ക്ലാസ്സിൻ്റെ വെടുത്ത് 29.5 - 24.5 എത്രയാണ്? 5 ആണ്. നേരത്തെ 20 24 എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു അതിൻ്റെ ക്ലാസ് ലെങ്ത്ത്? 25 29 എന്ന് പറയുമ്പോൾ ക്ലാസ് ലെങ്ത്ത് എത്രയായിരുന്നു? 29 - 25. 29 25 കുറച്ച് എത്ര? 4 അല്ലേ? പക്ഷേ ഇവിടെ എന്തായി? 29.5 നിന്ന് 24.5 കുറക്കണം. അപ്പോൾ ക്ലാസ് വിടുത്ത് 5, എല്ലാം 5 ആയി. അത് ശ്രദ്ധിക്കണം എല്ലാവരും. അതായത് 0.5 ലോവർ ലിമിറ്റിൽ നിന്ന് കുറക്കുന്നു, 0.5 അപ്പർ ലിമിറ്റിനോട് കൂട്ടുന്നു. അപ്പോൾ ആക്ച്വൽ ക്ലാസ്സിൽ ക്ലാസ് വിടുത്ത് വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ 5 ആണ്. എം എന്ന് പറയുന്നത് മീഡിയം ക്ലാസ്സിൻ്റെ പ്രീസീഡിങ് ക്ലാസ്സിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ മീഡിയം ക്ലാസ് പറഞ്ഞാൽ എന്താണ്? 24.5 29.5. അതിൻ്റെ പ്രീസീഡിങ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 20 ആണ്. അതാണ് ഇവിടെ M = 20 എന്ന്. അത് മീഡിയൻ്റെ ഇക്വേഷനിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവസാനം ഉത്തരം കിട്ടുന്നത് 29.5. അടുത്തത് ആക്ച്വൽ ക്ലാസ് തന്നെ തന്നത്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇവിടെ മീഡിയൻ കാണാൻ പറ്റുന്നത് ഗ്രാഫിക്കലായിട്ട് മീഡിയൻ കാണാനാണ് പറഞ്ഞത്. ദ ടേബിൾ ബിലോ ഷോസ് ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 100 സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാമിനേഷൻ. ലൊക്കേറ്റ് മീഡിയൻ ഗ്രാഫിക്കലി. അപ്പോൾ മീഡിയൻ ഗ്രാഫിക്കലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഒജേവ് നമ്മൾ വരക്കണം. ലെസ് ദാൻ ഒജേവ് വരക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ലെസ് ദാൻ ഒജേവ് വരക്കണമെങ്കിൽ നമുക്ക് അപ്പർ ലിമിറ്റും വേണം, ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസിയും വേണം. അപ്പോൾ അതെങ്ങനെ വരക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതാണത്, ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി എല്ലാം വരച്ചതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പർ ബോണ്ട് എഴുതുക. അപ്പർ ബോണ്ട് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ്, അതായത് 10 20 30 അങ്ങനെ അപ്പർ ലിമിറ്റ് എഴുതുക. ഫ്രീക്വൻസി എന്നുള്ളത് ലെസ് ദാൻ ഫ്രീക്വൻസി എഴുതിയ ശേഷം ലെസ് ദാൻ ഫ്രീക്വൻസി എഴുതിയാൽ മതി. ഫ്രീക്വൻസി പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ 7 10 21 27. അത് ലെസ് ദാൻ ഫ്രീക്വൻസി ആകുമ്പോൾ എന്താവും? ആഡ് ചെയ്തുകൊണ്ട് പോകണം. 7 ആദ്യത്തെ 7, പിന്നെ 7 10 17, പിന്നെ 17 21 അങ്ങനെ 38 അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് പോകാം. ഇനി n/2 എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി, അത് 100 ആണ്. അപ്പോൾ n/2 പറഞ്ഞാൽ 50 ആണ് n/2. ഇനി ലെസ് ദാൻ ഒജേവ് വരക്കണമെങ്കിൽ അപ്പർ ബോണ്ട് എക്സ് അക്ഷത്തിൽ അപ്പർ ബോണ്ട് വരക്കുക. എക്സ് അക്ഷത്തിൽ 10 20 30 അങ്ങനെ 0 മുതൽ തുടങ്ങിക്കോട്ടു. 0 10 20 30 അങ്ങനെ അപ്പർ ബോണ്ട് വരക്കുക. പിന്നെ വൈ അക്ഷത്തിൽ വരക്കേണ്ടത് കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അത് ഏറ്റവും ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏറ്റവും ചെറിയത് 0 മുതൽ 7 ചെറുത്, നമുക്ക് 0 ഉൾപ്പെടെ 100 വരെ വേണം. അപ്പോൾ 0 മുതൽ 100 വരെ പോയിൻ്റ് അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് ഓരോന്നും എക്സിൻ്റെ വിലയും, അതായത് എക്സിൻ്റെ വില പറഞ്ഞാൽ അപ്പർ ബോണ്ടിനും കുമുലേറ്റീവ് ഫ്രീക്വൻസി അടയാളപ്പെടുത്താം. അതായത് 10 7 20 17 അങ്ങനെ പോയിൻ്റുകളിൽ അടയാളപ്പെടുത്താം. 10 7 20 എത്രയാണ്? 20 17 30 38 അങ്ങനെ പോയിൻ്റെല്ലാം അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ കർവ് വരക്കാം. ആ കർവ് വരച്ചിട്ട് നമ്മൾ n/2 എന്ന് പറയുന്നത് എത്ര ഇവിടെ കിട്ടിയത്? 100/2 പറഞ്ഞാൽ 50. വൈ അക്ഷത്തിൽ 50 എവിടെ വരുന്ന നോക്കുക. അവിടെ നിന്നൊരു പാരലൽ ലൈൻ, എക്സ് അക്ഷത്തിന് പാരലൽ ലൈൻ വരക്കാം. അത് ഈ കർവിന് എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നോക്കുക. ആ പോയിൻ്റ് ആണ് ക്യാപിറ്റൽ എ എന്ന് രേഖപ്പെടുത്തിയിട്ട് ആ പോയിന്റിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ എക്സ് അക്ഷത്തിലേക്ക് വരക്കാം, അല്ലെങ്കിൽ വൈ അക്ഷത്തിന് പാരലൽ വരക്കണം. അതായത് n/2 എന്ന് പറയുന്നത് 50 ആണ്. 50 വൈ അക്ഷത്തിൽ എവിടെ കിടക്കുന്നത് നോക്കുക. അവിടെ നിന്ന് ഈ എക്സ് അക്ഷത്തിന് പാരലലായിട്ട് സമാന്തരമായിട്ട് ഒരു രേഖ വരക്കുക. അത് ഗ്രാഫിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്ക് പെർപെൻഡിക്കുലർ വരക്കണം. എന്ന് വെച്ചാൽ വൈ അക്ഷത്തിന് പാരലൽ വരക്കണം. അത് ഏത് പോയിന്റിലാണ് മുട്ടുന്നത് നോക്കാം. അതാണ് മീഡിയൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 30 എന്ന പോയിന്റിലാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എക്സ് അക്ഷത്തിന്. അപ്പോൾ 30 എന്ന് പറയുന്നതാണ് എന്താണ്? മീഡിയൻ. ഇവിടെ കൃത്യമായിട്ട് 30 അല്ല, 30 എന്ന് പറയുന്നത് 20 കഴിഞ്ഞിട്ട് ആ 30 വരുന്ന പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ 30നും 40ൻ്റെ ഏകദേശം മധ്യത്തിൽ വരുന്ന പോയിൻ്റാണ്. 30നും 40നും ഏകദേശം മധ്യത്തിൽ വരുന്ന പോയിൻ്റ്. അത് നമ്മൾ ഗ്രാഫിലാണ് ഈ ഗ്രാഫിലാണ് ഈ
ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫ് വരക്കേണ്ടത് ഗ്രാഫ് പേപ്പറിലാണ്. ഗ്രാഫ് പേപ്പറിൽ ഈ ഗ്രാഫ് വരക്കുമ്പോൾ നമുക്ക് ആ പോയിൻ്റ് കൃത്യമായിട്ട് കിട്ടും. 30 എന്ന പോയിൻ്റിലായിരിക്കില്ല, 34 എന്ന പോയിൻ്റിലാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ പ്ലെയിൻ ഷീറ്റിൽ വരക്കുമ്പോഴാണ് നമുക്ക് 30 എന്ന് തോന്നുന്നത്. പക്ഷേ 30 എന്ന പോയിൻ്റിലായിരിക്കില്ല, ഗ്രാഫ് ഷീറ്റിൽ വരക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. 34 എന്ന പോയിൻ്റിലായിരിക്കും അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 34 ആണ്. മീഡിയൻ ഈസ് 34. ഇനി മോർ ദാൻ അജൈവ് എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ അജൈവ് ഉപയോഗിച്ചിട്ടും നമുക്ക് മീഡിയൻ കാണാൻ പറ്റും. അപ്പോൾ ലോവർ ബോണ്ടും ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ താഴെ നിന്ന് ആഡ് ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെ രണ്ട് ഉൾപ്പെടുന്ന ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാക്കിയ ശേഷം മോർ ദാൻ ഒജൈവ് വരക്കുക. മോർ ദാൻ ഒജൈവ് വരക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ടും, അതായത് ലോവർ ബോണ്ട് 0-ന് 100, 10-ന് 93, 20-ന് 83 അങ്ങനെ പോയിൻ്റെല്ലാം അടയപ്പെടുത്തിയിട്ട് ആ ഗ്രാഫ് ഫ്രീ ഹാൻഡായിട്ട് വരക്കുക. എന്നിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ n/2 പറഞ്ഞാൽ നേരത്തെ 50-ൽ നിന്ന് എക്സ് അക്ഷത്തിന് പാരലൽ വരക്കുക. ആ ഗ്രാഫിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എക്സ് അക്ഷത്തിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ y അക്ഷത്തിന് സമാന്തരം വരച്ച് കഴിഞ്ഞാലും അതെന്തായിരിക്കും? 34 എന്ന പോയിന്റിലായിരിക്കും കണ്ടുമുട്ടുന്നത്. ഇനി രണ്ട് ഒജൈവും ഒരുമിച്ച് വരച്ചാലോ? രണ്ട് ഒജൈവ്സും ഒരുമിച്ച് വരച്ചാൽ ആ ഒജൈവ്സുകൾ തമ്മിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ നോക്കിക്കോളൂ. ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഒജൈവ്സ് വരക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഗ്രേറ്റർ ദാൻ ഒജൈവും ലെസ് ദാൻ ഒജൈവും വരക്കുന്നത്. അപ്പോൾ അങ്ങനെ വരക്കുമ്പോൾ നമുക്ക് ലോവർ ബോണ്ടും ലെസ് ദാൻ ഒജൈവിന് അപ്പർ ബോണ്ടും ഗ്രേറ്റർ ദാൻ ഒജൈവിന് ലോവർ ബോണ്ടും വേണം. അങ്ങനെ അത് എല്ലാം ഒരേ ടേബിളിൽ വരച്ചിട്ട് രണ്ട് ഗ്രാഫ് ഒന്നിൽ വരക്കാം. എന്നിട്ടത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എക്സ് അക്ഷത്തിന് പെർപെൻഡിക്കുലർ വരക്കാം. അത് 34 എന്ന പോയിന്റിലായിരിക്കും കണ്ടുകൊണ്ടുവന്നത്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് 34 ആണ്. ഇനി മീഡിയൻ്റെ മെറിറ്റും ഡിമെറിറ്റും എന്തെന്ന് നോക്കണം. മീഡിയൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മെറിറ്റ്, ഇറ്റ് ഹാസ് എ റിജിഡ് ഡെഫിനേഷൻ. രണ്ടാമത്തെ, മീഡിയൻ ഈസ് ഈസി ടു കമ്പ്യൂട്ട്. ഇറ്റ് സംടൈംസ് കേസ് ടു ലൊക്കേറ്റ് മിയർലി ബൈ ഇൻസ്പെക്ഷൻ. ചിലപ്പോൾ നമുക്ക് ഇൻസ്പെക്ഷനിലൂടെ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ എഴുതിയിട്ട് അതിൻ്റെ മിഡിൽ വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് ഏറ്റവും കുറഞ്ഞ വിലനെ ഏറ്റവും കൂടിയ വിലനൊന്നും അത് എഫക്റ്റ് ആവുന്നില്ല. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഓപ്പൺ എൻഡ് ക്ലാസ്സസിനും മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇറ്റ് ഈസ് ഓൺലി മെഷർ ടു ബി യൂസ്ഡ് ഫോർ വൈൽ ഡീലിംഗ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ which can measure quantitative but can arrange ascending or descending order of magnitude. അതായത് ക്വാളിറ്റേറ്റീവ് ഡാറ്റേനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയൻ കണക്കാക്കാൻ പറ്റും. മീഡിയൻ മേ ബി ബെറ്റർ ഇൻഡിക്കേറ്റർ if a set of numbers is an outlier. An outlier is an extreme value that differs greatly from other values. അതായത് മീഡിയൻ ഔട്ടയറിന്, അതായത് എക്സ്ട്രീം വാല്യൂസിനെ an outer is an extreme value that differs greatly from other values. അതായത് ഒരു എക്സ്ട്രീം വാല്യൂ മറ്റുള്ള വാല്യൂവിൽ നിന്ന് ഒരുപാട് വ്യത്യാസം കാണിക്കുന്ന ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ടെങ്കിൽ കൂടി നമ്മളുടെ മീഡിയനിൽ വലിയ വ്യത്യാസം വരില്ല എന്നാണ് പറയുന്നത്. Demerits തന്നെ, in some cases median can be calculated exactly. For example, in the case even number of observations, we can take median as the mean of the two middle items in an approximation. അതായത് ഈവൺ നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് മിഡിൽ ഐറ്റംസ് പറയുന്നത് 2 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവറേജാണ് നമ്മൾ എടുക്കുന്നത്. അത് അപ്രോക്സിമേഷൻ പ്രകാരമാണ്. അതൊരു ഡീമെറിറ്റാണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഷനും പരിഗണിച്ചിട്ടൊന്നും അല്ല മീഡിയൻ കാണുന്നത്. അതായത് അതിനെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ എഴുതുമ്പോൾ മിഡിൽ വരുന്നതല്ലേ. അപ്പോൾ എല്ലാ ഒബ്സർവേഷനും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നും അല്ല മിഡിൽ മോസ്റ്റ് വരുന്നത് ഏത് നോക്കുന്നത്. മൂന്നാമത്, ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിംഗ്. ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിംഗ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് capable ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇനി ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇതിൽ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ ഒബ്സർവേഷനോടുകൂടി ഒരു പർട്ടിക്കുലർ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ മീഡിയനിൽ വരുന്ന വ്യത്യാസം അതിന് പിന്നെ മീഡിയനിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് അതിന് അങ്ങനെ കാണാൻ കഴിയില്ല. അങ്ങനെ കാണുമ്പോൾ വ്യത്യാസം വരും മീഡിയൻ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.